ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ QTO, അതായത് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. ഈ ഒരു ഫോർമാറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ബേസിക്കലി നമ്മളൊരു BOQ പ്രിപ്പയർ ചെയ്യുകയാണ്. BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റീസ് എടുക്കണം. ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് എടുക്കുക? നമ്മൾ ഒന്നിക്ക് ഡ്രോയിങ്ങിൽ നിന്ന് മെഷർ ചെയ്യണം. ദെൻ സൈറ്റിൽ പോയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെഷർ ചെയ്യേണ്ടി വരും. ബില്ല് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സൈറ്റിൽ മെഷർ ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഈ മെഷർ ചെയ്ത കാര്യങ്ങൾ നമ്മളൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് വരിക? ഫ്യൂച്ചറിൽ നമ്മളുടെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻസ് വേറൊരാൾ ഓഡിറ്റ് ചെയ്യാൻ വരുമ്പം അതിൽ നമുക്ക് ബാക്കപ്പ് ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ കാൽക്കുലേഷൻ റോങ് ആണെന്നുള്ള കൺസിഡറേഷൻ ആയിരിക്കും വരിക. സോ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പം ആസ് എ പ്രൊഫഷണൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കതിൽ എന്ത് വേണം? ബാക്കപ്പ് ഡോക്യുമെൻ്റ് വേണം. സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം, ബാക്കപ്പ് ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ, ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇവൻ നമ്മളല്ലാതെ വേറൊരാൾ വരികയാണെങ്കിൽ പോലും നമ്മളുടെ ഡോക്യുമെൻ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് സപ്പോർട്ടീവ് ഡോക്യുമെൻ്റൊക്കെ വേണം. സോ അങ്ങനെയുള്ളൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റാണ് QTO അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. ഇത് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സൈറ്റിലെ അല്ലെങ്കിൽ ഡ്രോയിങ്ങിലെ മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും മെഷർമെൻറ്റ്സിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഒരു ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ്, സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ ക്വാണ്ടിറ്റി സർവേ, ഡ്രോയിങ് റെഫറൻസ്, ഏതൊക്കെ ഡ്രോയിങ് ആണ് നമ്മളിത് റെഫർ ചെയ്തതെന്നുള്ളത്, സീരിയൽ നമ്പർ, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, ഓരോ ഐറ്റം എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഓർ ഡെപ്ത്ത്, ക്വാണ്ടിറ്റി, റിമാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരിക? നമ്മളുടെ ഒരു QTO അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൽ വരാം. ഇത് ഞാൻ അതിനെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ പ്രൊജക്റ്റ്, നമ്മൾ ഏത് പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ നെയിം നമുക്കുണ്ടാവണം. സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് സിവിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ആണ്, സിവിൽ വർക്കിൻ്റെ ക്വാണ്ടിറ്റീസാണ്. റെഫറൻസ് ഡ്രോയിങ്ങിൻ്റെ നമ്പർ, അതിൻ്റെ റിവിഷന്, അതിൻ്റെ ഡേറ്റ്, ഇത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. സീരിയൽ നമ്പർ V-note 1 സെക്ഷൻ, അതിൽ 1.1 എന്ന് പറയുന്നത് സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ RCC വർക്ക്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്ക്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റാഫ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ. ഇതാണ് നമ്മൾ ഓരോ ഐറ്റത്തിനും ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റാഫ്റ്റിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ, അതിൻ്റെ നമ്പർ 4 നമ്പറാണ് നമുക്കുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ നമ്പർ നമ്മൾ ഡ്രോയിങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്. ലെങ്ത്ത് ഡ്രോയിങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്, വിഡ്ത്ത് ഡ്രോയിങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് നമ്മൾ ഡ്രോയിങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റാണ്. അതായത് നമ്മളിവിടെ നോക്കണം മനസ്സിലാവും. പ്രൊഡക്റ്റ് D9, E9, F9, G9. D9 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ D9 എന്ന് പറഞ്ഞാൽ നമ്മളുടെ പർട്ടിക്കുലർ റാഫ്റ്റിൽ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത്. E9 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത്. F9 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് അതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത്. G9 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് എത്രയാണെന്നുള്ളത്. ഇതിൻ്റെ പ്രൊഡക്റ്റാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വോളിയൂം ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അതായത് ഇവിടെ ക്യൂബിക് മീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്താണ്? ഇവിടെ വോളിയൂം ഓഫ് കോൺക്രീറ്റ് നമുക്ക് ഇതിൻ്റെ 3ൻ്റെ പ്രൊഡക്റ്റ്, അതായത് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എന്നുള്ളതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഒരു യൂണിറ്റിൻ്റെ വോളിയം കിട്ടും. നമുക്കതുപോലെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര ടോട്ടൽ യൂണിറ്റ് വേണം? ആ 4 യൂണിറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ വരിക. ഇനി ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടൂൾ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ സ്ക്വയർ മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം സ്ക്വയർ മീറ്ററാണ്. ഈ പ്രൊഡക്റ്റ് ടൂളിൽ നമ്മൾ എക്സൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ടൂൾ യൂസ് ചെയ്യുന്നതിനുള്ള സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മീറ്റർ. ഇപ്പം സ്ക്വയർ മീറ്റർ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? ഹൈറ്റ് ഓർ ഡെപ്ത്ത് ഉണ്ടാവില്ല. ഓക്കെ, സോ ഞാനിതിവിടെ ബ്ലാങ്ക് ആക്കി ഇടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ കാൽക്കുലേഷനിൽ ചേഞ്ച് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഈ വാല്യൂ ഞാൻ ഫോർ എക്സാമ്പിൾ 0.9 കൊടുക്കുകയാണെങ്കിൽ അവിടെ 2.16 വന്നു. ഓക്കെ, പ്രൊഡക്റ്റ് ടൂൾ ആയതുകൊണ്ട് തന്നെ ഈ വാല്യൂ എനിക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോയാൽ തന്നെ പ്രൊഡക്റ്റ് ടൂളാണ് ഉപയോഗിച്ചുകൊണ്ട് 2.49 വന്നു. ഇൻ കേസ് നിങ്ങൾ ഇവിടെ
ഈക്വൽ ടു വെച്ചിട്ട് ഇത് ഇൻറ്റു ആയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ വരില്ല. ഓക്കെ, സോ നമ്മളെപ്പോഴും എക്സലിലാണെങ്കിലും നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മാർട്ടായിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു ഫോർമാറ്റിലും അതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള ഫോർമുലാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്താണ്, അതിൽ വരുന്ന വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനെ പറ്റി കൂടുതൽ അറിയണം, ഈ ഫോർമാറ്റ്സ് അറിയണം, ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്ത് നോക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മളുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ദെൻ, താങ്ക് യു എവരി വൺ.